Good morning. Today we can study mode. Mode is the most repeated value in a set of observation. Okay, here we can see some set of numbers. അപ്പോൾ ഈ നമ്പറിൽ മോഡ് ഏതാണെന്ന് നോക്കാനായിട്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1 2 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് 7ഉം കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. 1 2 3 4 ടൈംസ് 7 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഡാറ്റ 7 ആയതുകൊണ്ട് 7 ആയിരിക്കും ഈ കേസിൽ മോഡ്. മനസ്സിലായല്ലോ? കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഡാറ്റ എടുത്താൽ മതി, അതായിരിക്കും മോഡ്. ഇനി ഇതുപോലെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് മോഡ് കാണാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഡാറ്റ അതായിരിക്കും അതിൻ്റെ അകത്തെ മോഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രീക്വൻസി നോക്കുമ്പം ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 17 ആണ്. 17ൻ്റെ കറസ്പോണ്ടിങ് വരുന്ന ഡാറ്റ 13. സോ 13 ആയിരിക്കും മോഡ്. മനസ്സിലായല്ലോ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന കറസ്പോണ്ടിങ് ഡാറ്റ ആയിരിക്കും മോഡ്. ഇനി ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ ഇതുപോലെ ക്ലാസ് ഇൻ്റർവെൽ ആയിട്ടാണ് നമ്മൾക്ക് ഡാറ്റ തന്നിട്ടുള്ളതെങ്കിൽ ഇവിടുന്ന് ഫ്രീക്വൻസി കാണാൻ ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് നോക്കണം. അപ്പോൾ 11 ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ്സേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ക്ലാസ് ഇൻ്റർവെല് കിട്ടും. അപ്പോൾ 50 to 60 ആണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് കിട്ടി. ഈ ക്ലാസ് ഇൻ്റർവെലിനെ മോഡൽ ക്ലാസ് എന്ന് പറയാം. കാരണം ഇതിനകത്തായിരിക്കും നമ്മളുടെ മോഡ് വരാൻ പോണത്. ഇനി ആക്യുറേറ്റ് ആ മോഡ് ഏതാണെന്ന് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം. ഈ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്കൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഓക്കെ, ഹിസ്റ്റോഗ്രാം അറിയാലോ? അപ്പം എക്സ് ആക്സിസിൽ നമ്മൾ ഈ ക്ലാസ് ഇൻ്റർവെലിൻ്റെ അപ്പർ ലിമിറ്റും പിന്നെ ഫ്രീക്വൻസി വൈ ആക്സിസിലും എടുത്തു. ഇവിടെ ഫ്രീക്വൻസി മാക്സിമം വരണത് 11 വരെയാണ്. അപ്പോൾ ഒരു 0 to 20 വരെ മാർക്ക് ചെയ്താൽ 4 7 9 11 6 2 ഈ ഹൈറ്റിൽ നമ്മൾ ഓരോ റെക്റ്റാങ്കിൾസ് വരയ്ക്കും, ജോയിൻറ്റ് റെക്റ്റാങ്കിൾസ് വരയ്ക്കും. അതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞത് അല്ലേ? ബാർഗ്രാഫ് പോലെ. ബാർഗ്രാഫ് സെപ്പറേറ്റഡ് ആണ്, ഹിസ്റ്റോഗ്രാം ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതായിരിക്കും നമ്മുടെ ഫ്രീക്വൻസി 4 7 9 11 6 2 ഈ ഹൈറ്റിൽ നമ്മൾ ഓരോ റെക്റ്റാങ്കിൾസ് വരയ്ക്കും. അതിനകത്തുനിന്ന് നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഹിസ്റ്റോഗ്രാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഫ്രീക്വൻസീസ് ഓർത്തോ. 4 7 9 11 6 2. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ കറസ്പോണ്ടിങ് ഹിസ്റ്റോഗ്രാം. അപ്പം നമ്മളുടെ ഫ്രീക്വൻസി ഇതായിരുന്നു. 4 7 6 9 11 2 ഇതായിരുന്നു ഫ്രീക്വൻസി. അപ്പം നമ്മൾ ആദ്യം 4 ഇത് കണ്ടോ, ഇത് ഹൈറ്റ് 4ൽ വരച്ചു. നെക്സ്റ്റ് 7 ഹൈറ്റിൽ വരച്ചു. 4 7 9 ആയിരുന്നു നെക്സ്റ്റ് അല്ലേ? 4 7 6 ഇല്ല, 9. നെക്സ്റ്റ് 11. നെക്സ്റ്റ് 2വിന് മുൻപ് ഓർമ്മയോടെ ഉണ്ടല്ലോ, ഇത് 2, ഇത് 6, ഇവിടെയായിരുന്നു 6. അപ്പോൾ 4 7 9 11 6 2 ഇങ്ങനെയായിരുന്നു നമ്മളുടെ ഡാറ്റ. ഓക്കെ, അപ്പം ഈ കറസ്പോണ്ടിങ് ഹൈറ്റിൽ നമ്മളൊരു റെക്റ്റാങ്കിൾസ് വരച്ചു. ഇതിന് ഇങ്ങനെ വരച്ചു കഴിയുമ്പം ഇതൊരു ഹിസ്റ്റോഗ്രാമായി. ഈ ഹിസ്റ്റോഗ്രാമിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി 11 ആയിരുന്നു. അപ്പോൾ 11 വരണതിൻ്റെ ആ റെക്റ്റാങ്കിൾ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിളിൻ്റെ 2 കോർണേഴ്സും എ ആൻഡ് ബി ആയിട്ട് മാർക്ക് ചെയ്തു. ആ കോർണറിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്ത റെക്റ്റാങ്കിളിലോട്ട് ഒരു ഡയഗണൽ, എയിൽ നിന്ന് സിയിലോട്ട് ഒരു ഡയഗണൽ വരച്ചു. അതുപോലെ ബിയിൽ നിന്ന് അതിന് തൊട്ട് മുൻപിലത്തെ റെക്റ്റാങ്കിളിലോട്ട് ഡയഗണലായിട്ട് ഒരു ലൈൻ വരച്ചു. ദാറ്റ് ഈസ് ബി ഡി. അതായത് എ സി ആൻഡ് ബി ഡി നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദാറ്റ് പോയിന്റ് ഈസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കെ എന്ന് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ എക്സ് ആക്സിസിലോട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. സോ അത് വന്ന് മീറ്റ് ചെയ്യണ പോയിന്റാണ് എൽ. കെ എൽ എന്ന് പറഞ്ഞ ലൈൻ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യണ പോയിന്റ് ഏതാണോ അതായിരിക്കും മോഡ്. അപ്പോൾ ഹയസ്റ്റ് റെക്റ്റാങ്കിളിൽ നിന്ന് വരുന്ന അതിൻ്റെ ഡയഗണൽസിൽ നിന്ന് വരയ്ക്കണ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യണ പോയിന്റ് ആയിരിക്കും മോഡ്. ഇവിടെ ഇത് എൽ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കാണാം 53 എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ 53 ആയിരിക്കും മോഡ്.
നമ്മൾ നേരത്തെ കണ്ടുവച്ചായിരുന്നു 50 to 60 എന്ന് പറയണതാണ് മോഡൽ ക്ലാസ് എന്ന്. മോഡൽ ക്ലാസ്സിനകത്തുള്ള വാല്യൂ ആയിരിക്കും മോഡ്. ഇവിടെ 53 ആണ് മോഡ്. മനസ്സിലായോ? അപ്പോൾ ഒരു ക്ലാസ് ഇൻ്റർവെൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇതുപോലെ ഹിസ്റ്റോഗ്രാം വരച്ചാൽ മതി. എന്നിട്ട് ഹയസ്റ്റ് റെക്റ്റാങ്കിൾ നോക്കണം. അതിൽ നിന്ന് ഡയഗണൽസ് വരച്ച് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് നമ്മളുടെ എക്സ് ആക്സിസിലോട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ മീറ്റ് ചെയ്യണ പോയിന്റ് ആയിരിക്കും മോഡ്. പഠിച്ചല്ലോ. അപ്പോൾ ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സസൈസിലുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.